ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്താണ് ഈ വഖഫ് ബോർഡിന് സംഭവിച്ചത്? വഖഫ് ബോർഡ് വിചാരിച്ചു നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം നമ്മുടേതാണ്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം ഞമ്മന്റേതാകും. അള്ളാഹുവിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇതെല്ലാം നമ്മുടേതാണ്, നമുക്ക് വേണമെങ്കിൽ ഇത് വിറ്റുപൂട്ടടിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാക്കാമാര് അള്ളാഹുവിന് വേണ്ടി കൊടുത്തതാ അല്ല, ഈ ഭൂമി മുഴുവനും പടച്ചവന്റേതാണെന്നാണ് ഇവരുടെ വിശ്വാസം. ഈ ഭൂമി, ആകാശവും ഭൂമിയും അതിന്റെ ഇടയിലുള്ളതും മുഴുവനും പടച്ചവന്റേതാ. അങ്ങനെയാണെങ്കിൽ പിന്നെ പടച്ചവന് എന്തിനാ ഈ ഭൂമി കൊടുക്കും? നമ്മള് വില കൊടുത്ത് വാങ്ങി, കുറച്ച് നമ്മള് വില കൊടുത്തു വാങ്ങി, നമ്മളതിനകത്ത് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി, വീടൊക്കെ ഉണ്ടാക്കി. പടച്ചവനൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് പടച്ചവന് കൊടുക്കണമെന്ന്. ഒന്നുകിൽ വാങ്ങിക്കുന്നവന് ഉളുപ്പ് വേണം, അതല്ലെങ്കിൽ കൊടുക്കുന്നവന് ഉളുപ്പ് വേണം, അതല്ലെങ്കിൽ അത് വെച്ച് അനുഭവിക്കുന്നവന് ഉളുപ്പ് വേണം. ഇത് ഉളുപ്പില്ലായ്മയുടെ പേരായിട്ട് വഖഫ് മാറി. ഇപ്പോ എനിക്കൊരു 10 സെന്റ് ഭൂമിയുണ്ട് എന്ന് വിചാരിക്കുക. ഈ 10 സെന്റ് ഭൂമി മരണശേഷവും ഖബറില് എനിക്ക് പ്രതിഫലം വേണം. മലക്കുകൾ വരുമല്ലോ. ഇദാ ജാഅക്കൽ മലക്കാനി, 2 മലക്കുകൾ വരും. അവര് വരുമ്പോൾ നിന്റെ ഖബറിലേക്ക് സായിലാനി, അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. വിഷമിക്കാനൊന്നുമില്ല. ആദിലാനി, അവർ നീതിമാന്മാരാണ്. ആദിബാനി, അവരിങ്ങനെ നമ്മളെ ശിക്ഷിക്കുന്നവരാണ്. ചോദ്യങ്ങൾ ചോദിച്ച് അവർ നമ്മളോട് ചോദിച്ചു പോകാന്ന് പറയില്ല, അങ്ങനെ ചോദിച്ചിട്ടാ പോകുന്ന മുന്നോട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്നത്. ഖറഅനി അലൈഹിം, അതായത് ഈ മയ്യത്ത് ഖബറടക്കി അവസാന ആളിന്റെ ചെരുപ്പടി ശബ്ദം ഈ മയ്യത്ത് കേൾക്കുന്ന സന്ദർഭത്തിൽ എത്തിയാൽ 2 മലക്കുകൾ ഇതിനകത്തേക്ക് വരും എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്, ഖുർആനിലല്ലാട്ട. അപ്പോഴേക്ക് അവർ ചോദിച്ചു തുടങ്ങുന്ന. എന്നിട്ട് നല്ല മനുഷ്യനാണെങ്കിലൊക്കെ അവർക്ക് പിന്നീട് അങ്ങോട്ട് പരിമളം വീശുന്നു. നമ്മളാകെ 6 അടി കുഴിയല്ലേ കുഴിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് വിശാലമാക്കണേ അല്ല എന്ന് പറയും. നമ്മൾ കുറച്ച് വിശാലമായിട്ട് അങ്ങ് കുഴിച്ചാൽ മതി. അതൊന്നും ഇവര് സ്വീകരിക്കില്ല. അപ്പോ ഇവര് വിശാലമാക്കണേ എന്ന് പറയും, വിശാലമൊന്നും ആകത്തില്ല. എന്നിട്ട് മലക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ചീത്ത ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ എന്നെ ഇങ്ങനെ മലക്ക് എന്ത് ചെയ്യും? വാരി ഒന്ന് പുണരും. അപ്പോൾ ഒരു ഭാഗത്തെ എല്ല് വന്ന് ഈ ഭാഗത്തും, ഈ ഭാഗത്തെ എല്ല് വന്ന് ഈ ഭാഗത്തും കോർക്കുമത്രേ. ഇത് വേദനയായിരിക്കും അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും കാലം ഇവർ മതം പിടിച്ച് നിർത്തിയിരുന്നത്, പേടിപ്പിച്ചേ അല്ല. ഈ മതത്തിൽ പറയുന്ന സ്വർഗവും നരകവും പരലോകവും വിചാരണയും ശിക്ഷയും രക്ഷയുമൊക്കെ ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആരാനെ പറ്റിച്ച് തിന്നുമോ ഇവരെ? അള്ളാഹുവിന്റെ ആകാശം, അള്ളാഹുവിന്റെ ഭൂമി, അതിന്റെ ഇടയിലുള്ളതെല്ലാം പടച്ചുവെറ്റത്. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി അള്ളാഹുവിന്റെ പേരിൽ ഖബറിലും എനിക്ക് പ്രതിഫലം കിട്ടണം, മരണശേഷം പരലോകത്തും എനിക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പടച്ചവന്റെ പേരിൽ വഖഫ് എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടതാണ്. പടച്ചവന്റെ പേരിൽ അത് തടഞ്ഞു വെച്ചു. ഇനി അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അതിനകത്ത് എന്തെങ്കിലും മദ്രസകളോ അറബി കോളേജുകളോ സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാന മാർഗം പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതൊക്കെ പടച്ചവന്റെ കയ്യിൽ നിന്ന് പുണ്യം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് പടച്ചവന്റേതാണെന്ന് പറയുന്നത്. അങ്ങനെ വഖഫ് പിടിച്ചെടുത്ത് ഇടനിലക്കാരായിട്ടുള്ള ബോർഡ് മെമ്പർമാരെ ഇടയ്ക്ക് നിന്ന് ഇതൊക്കെ അങ്ങോട്ട് അമുക്കി അവര് വിറ്റ് പുട്ടടിച്ചതേ. ഇപ്പൊ ചെലവല്ലേ? നല്ല മക്കളെ പഠിപ്പിച്ച് എയർ ഹോസ്റ്റസ് ആക്കണം, ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, കളക്ടർ ആക്കണം, നല്ല പ്രയാസമല്ലേ? മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആക്കണം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല പണം വേണം. ഇന്ന് മൗലവിമാരുടെ മക്കളൊക്കെ നല്ല സ്റ്റേജുകളിലാണ്. എന്നിട്ട് അവര് വന്ന് സാധാരണക്കാരന്റെ സ്റ്റേജിൽ വന്നിട്ട് പറയും, ഇടകലരരുത് കേട്ടോ, പഠിക്കരുത്, വിദ്യാഭ്യാസം പാടില്ല, പെണ്ണിനെ കൂടുതൽ പഠിപ്പിക്കരുതില്ല, തക്തുബൂഹുന്നൽ കിതാബത, അവരെ നിങ്ങൾ എഴുത്തും വായനയും ഒന്നും പഠിപ്പിക്കലേ. ഇതൊക്കെ ഇവരിങ്ങനെ പറയും, മനസ്സിലായ? ഇവരുടെ ജീവിതത്തിലോ ഇതൊന്നുമില്ല. ചികിത്സ,
എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ തന്നെയാ. ഇവരുടെ ജീവിതത്തിൽ അതൊന്നുമില്ല ഇവർ പറയും. പക്ഷേ വഖഫിന്റെ പേരും പറഞ്ഞ് ആരാന്റെ പല ഭൂമികളും സ്ഥാപനങ്ങളും തട്ടിയെടുത്തപ്പോൾ ഏത് പടച്ചോൻ ഏത് വഖഫ് പിന്നീട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ തട്ടിയെടുത്തതിന്റെ 10 മടങ്ങ് തിരിച്ചു പിടിച്ചു. ആരാണെന്നല്ലേ നോക്കിക്കോ. വഖഫ് ഭൂമി കയ്യേറി അവിടെ നിർമ്മിച്ച വലിയ രീതിയിലുള്ള കെട്ടിടങ്ങളും മറ്റ് പള്ളികളും എല്ലാം തന്നെ ഗുജറാത്തിലെ ബെറ്റ് ദ്വാരകയിൽ ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വഖഫ് ഭൂമി അനധികൃതമായി കയ്യേറിയത് വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ ഗുജറാത്ത് സർക്കാർ ഇതാ തീരുമാനിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഗുജറാത്ത് സർക്കാർ. അതെ, ഗുജറാത്ത് മോഡൽ ഭരണമാണ് ഈ കേരളത്തിൽ വേണ്ടത്. UP മോഡൽ മുഖ്യമന്ത്രിയാണ് ഈ കേരളക്കരയ്ക്ക് വേണ്ടത്. പറയാൻ എന്താ കാരണം എന്നറിയാമോ? ജനങ്ങൾ ക്ഷേമത്തിലാണ്. അന്യായമായി ഈ രാജ്യത്തെ ഒരു പൗരന്റെ സമ്പത്ത് വഖഫ് ബോർഡ് എന്നല്ല, ഇനി അതിന്റെ അപ്പുറത്തുള്ള അതുക്ക് മേലെയുള്ള ബോർഡുകൾ പിടിച്ചെടുത്താലും ശരി, അവന്റെ സമ്പത്തും അവന്റെ ജീവനും അവന്റെ അഭിമാനവും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട സർക്കാർ അത് ചെയ്തിരിക്കണം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ അവിടെ പള്ളികൾ എല്ലാം തന്നെ അവിടെ നിന്നും അഴിച്ചു മാറ്റുന്ന കാഴ്ച, അവിടെ നിന്നും തകർത്തു മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗുജറാത്ത് കോടതിയാണ് ഇതിന് ഉത്തരവ് കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മുസ്ലിം ജമാഅത്ത്, ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ട്രസ്റ്റ് ആണ് ഈ ഗുജറാത്ത് കോടതിയിൽ ഹർജിയുമായി ചെന്നത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നിങ്ങൾ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്നാണ്. ആരാന്റെ ഭൂമി പിടിച്ചെടുത്ത് അവിടെ നിങ്ങൾ പള്ളികൾ ഉണ്ടാക്കിയാലും അമ്പലങ്ങൾ ഉണ്ടാക്കിയാലും ചർച്ചുകൾ ഉണ്ടാക്കിയാലും മസ്ജിദുകൾ ഉണ്ടാക്കിയാലും ശരി, പൊളിച്ച് നീക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവെങ്കിൽ പൊളിച്ച് നീക്കുക തന്നെ വേണം. ഗുജറാത്തിന്റെ ഹൈക്കോടതി ഇപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ബെറ്റ് ദ്വാരകയിലെ ദ്വീപിലെ അനധികൃത കയ്യേറ്റങ്ങൾ സംസ്ഥാന സർക്കാർ പൊളിച്ചു മാറ്റുന്നതിനെതിരെ ബെറ്റ് ദ്വാരക മുസ്ലിം ജമാഅത്ത് ട്രസ്റ്റ് സമർപ്പിച്ച എല്ലാ ഹർജികളും ഗുജറാത്ത് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്. ഹർജികൾ അർഹതയില്ലാത്തതാണെന്നും ഒരു പരിഗണനയും നിങ്ങൾക്ക് ആവശ്യമില്ലെന്നും പോരാത്തതിന് നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള ഹർജിയുമായി വന്നു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാകുമെന്നുമാണ് ഇപ്പോൾ വിധിന്യായത്തിൽ ജസ്റ്റിസ് മൗന ഭട്ട് ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ അനുവദിച്ച ഇടക്കാല ആശ്വാസവും ഗുജറാത്ത് ഹൈക്കോടതി ഇല്ലാതാക്കിയിരിക്കുന്നു, അതും റദ്ദാക്കിയിരിക്കുന്നു ഉത്തരവിൽ. ഹൈക്കോടതിയിൽ കേസ് അവതരിപ്പിച്ച സർക്കാർ ചോദ്യം ചെയ്യപ്പെടുന്ന ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഭൂമിയാണ് വഖഫ് ബോർഡ് കയ്യേറിയിരിക്കുന്നത്. ഈ സർക്കാർ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു പിടിച്ചേ മതിയാകുകയുള്ളൂ എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളും രേഖകളും എല്ലാമായാണ് ഗുജറാത്ത് സർക്കാർ ഇത് കോടതിയിലേക്ക് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഗുജറാത്ത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധി മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഉത്തർപ്രദേശിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം നടക്കുന്നുണ്ട്. അവിടെയുള്ള വഖഫ് ഭൂമികളിൽ ഭൂരിഭാഗവും സർക്കാർ ഭൂമികളാണ് എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള കമ്മിറ്റി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയും ഉടനെ തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു നടപടി നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച എവിടെ കാണാൻ പറ്റും? ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ടാണ്. സർക്കാർ ഭൂമി കയ്യേറി അവിടെ പള്ളി വെച്ചതല്ലേ സ്വാഭാവികം. നട്ടെല്ലുള്ള സർക്കാർ ഭരിച്ചാൽ ഇങ്ങനെ. പടച്ചോന്റെ വീടാണല്ല പൊളിയുന്നത്. പടച്ചോന്റെ വീട് പടച്ചോൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് യോഗിയുടെ ബുൾഡോസറിൽ നിന്നും പടച്ചോന്റെ ഭവനത്തെ പടച്ചോനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഓ
ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു അല്ലേ? വളരെ നല്ലത്. എങ്ങനെ സഹിക്കാൻ പറ്റും? സഹിച്ചേ പറ്റുള്ളൂ. കാരണം എന്തെന്നറിയാമോ? സർക്കാർ ഭൂമിയല്ലേ, അത് കയ്യേറി അതിനകത്ത് പള്ളി വെച്ചാല് എല്ലാ കാലവും പള്ളി പള്ളി എന്ന് പറഞ്ഞ് മതവികാരം വ്രണപ്പെടും, ബുൾഡോസർ രാജ് നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതികൾ കയറി ഇറങ്ങിയാൽ കോടതിയിലിരിക്കുന്ന ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് പിന്നെ കുറച്ച് നേരത്തെ മനസ്സിലായി. അതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് സോഷ്യൽ മീഡിയയോടാണ്. നന്ദി.